നാടകം വേണ്ട എന്ന കോടതി പരാമർശമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ അറിയാമെന്നും കോടതി പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ബില്ലിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നാടകം വേണ്ട എന്ന് കോടതി വളരെ പ്രധാനപ്പെട്ട കണിശമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന കോടതിയിൽ കഴിഞ്ഞ അന്ന് ജയിലിലേക്ക് അയക്കുമ്പോൾ ബോബിയുടെ അനുയായികൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു പക്ഷേ കോടതിക്ക് ബോധ്യം ആവുന്നു. നേരത്തെ പറഞ്ഞാണ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഈ പറയുന്ന അതിജീവിതയ്ക്ക് എതിരായ പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ കോടതിയുടെ തന്നെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ച് അഡ്വക്കേറ്റ് രാമൻപിള്ള ആദ്യഘട്ടത്തിൽ ബെയിലിന് മൂവ് ചെയ്തപ്പോൾ തന്നെ ഇനി അത്തരം പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടിലേക്ക് കോടതി എത്തുകയാണ്. ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ അറിയാമെന്ന് കോടതി. ഇപ്പോൾ കേസ് പരിഗണിച്ചുവല്ലേ കോടതി? തീർച്ചയായിട്ടും ഇത് സ്വമേധയാ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് നാടകം വേണ്ട എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനോടാണ് കോടതി കടുപ്പിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് നാടകം വേണ്ട, ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ അറിയാമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. മറ്റു പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ആരാണെന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വിചാരണ തടവുകാരായിട്ട് കുറച്ച് പേരുണ്ട്, ഫൈനുകൾ ഒടുക്കാത്തത് മൂലം അവർ അവിടെ തന്നെ തുടരുകയാണ്, അവരുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഒരു ദിവസം കൂടി തുടർന്നത് എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം. അപ്പോൾ അതാണ് കോടതി ചോദിച്ചത്. മറ്റു പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ആരാണ്? അതിന് കോടതികളുണ്ട്. അത് ഒരു സൂപ്പർ കോടതി ബോബി ചമയേണ്ട എന്നുള്ള ഒരു പരാമർശമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് കോടതിക്ക് കൃത്യമായി ഈ നിലപാടിൽ കോടതി അനിഷ്ടം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ നാടകം കളിയെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആർക്കും തനിക്ക് മുകളിൽ ഇല്ലെന്ന് ബോബി കരുതേണ്ട. കാരണം കോടതി അതിന് മുകളിൽ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ഈ വിഷയം സ്വമേധയാ എടുത്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന് നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി ബോബിക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ സന്ദേശം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടി ജാമ്യ ഉത്തരവ് നൽകിയിട്ടും അത് എക്സിക്യൂട്ടീവ് ചെയ്ത് ബോബിയെ പുറത്തിറക്കാൻ ബോബിയുടെ ആളുകളോ അഭിഭാഷകരോ കോടതി ബോബിക്ക് മുകളിൽ ഉണ്ട് എന്ന് കാണിച്ചു തരാം എന്നുകൂടി പറയുകയാണ്. ഈ നാടകം വേണ്ട, ജാമ്യം റദ്ദാക്കാൻ അറിയാം, ഇതൊരു പാരലൽ വേണ്ട, അവിടെ തനിക്ക് മുകളിൽ ആരുമില്ല എന്ന ഒരു ഹുങ്ക് വേണ്ട എന്ന് കോടതി വ്യക്തമാക്കുകയല്ലേ? തീർച്ചയായിട്ടും കോടതി ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് അത് കാണിച്ചു തരാം. അതായത് ആരും തനിക്ക് മുകളിൽ ഇല്ലെന്ന് ബോബി കരുതേണ്ട, കോടതി അതിന് മുകളിലുണ്ട്, അത് താൻ കാണിച്ചു തരാം, അത് കോടതി കാണിച്ചു തരാം എന്നുള്ളതാണ്. ബോബിയെ ജയിലിലിട്ട് വിചാരണ നടത്തിക്കാൻ അറിയാമെന്നും, അതായത് പുറത്തിറങ്ങാതെ ജയിലിനുള്ളിൽ തന്നെ ഇട്ട് ഈ കേസിൽ വിചാരണ നടത്തിക്കാൻ അറിയാമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഈ ഇക്കാര്യത്തിൽ ഈ പരാതിക്കാരിയുടെ ഒരു പ്രതികരണം നേരത്തെ വന്നിരുന്നു. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്തോളൂ, ഞാൻ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാണ് ആ പരാതിക്കാരി ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. ആ പോരാട്ടത്തിന്റെ ഈ ഒരു ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എടുത്ത് കുടഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞിരിക്കുന്നത് ജയിലിലിട്ട് വിചാരണ നടത്താൻ തങ്ങൾക്ക് അറിയാം, ഈ നാടകം വേണ്ട എന്നൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തീർത്തും ക്ഷുഭിതമായിക്കൊണ്ടാണ് കോടതി ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കോടതി ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ട് ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയ ആരാധക വൃന്ദം അത് ഈ ജഡ്ജിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജാമ്യ ഉത്തരവ് നടപ്പിലാക്കാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുകയും ചെയ്തു. ഈ രണ്ട് ഘടകങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇന്നലെ 4:45 മജിസ്ട്രേറ്റ് റിലീസ് ഓർഡർ നൽകിയതാണ്. 7 മണി വരെ ഈ പ്രതിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 4:45 ശേഷം 2.25 മണിക്കൂർ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കാക്കനാട് ജയിൽ വരെ എത്താൻ 2.25 മണിക്കൂറിൻ്റെ ഒരു ആവശ്യവുമില്ല. എത്ര ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ പോലും 1 മണിക്കൂറിനകം തന്നെ ഇവിടെ എത്താമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന കൃത്യമായ ചോദ്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ശ്രമം വേണ്ട. അതായത് ഇന്നലെ തന്നെ ഇത് പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പരിഹാസം കലർന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. മകരവിളക്കൊക്കെ അല്ലേ എന്നുള്ളതാണ്. അതായത് അത് അവരുദ്ദേശിക്കുന്നത് മകരവിളക്ക് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കില്ലല്ലോ ബോബി ചെമ്മണ്ണൂരിൻ്റെ റിലീസ്, അപ്പോൾ നമുക്ക് നോക്കാം എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രതികരണമായിരുന്നു അഭിഭാഷക സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തന്നെയാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണ്ട എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഈ പരാതിക്കാരെ അധിക്ഷേപിച്ചതൊക്കെ തന്നെ കോടതിയുടെ മുന്നിലുണ്ട്.
എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഓൾ മെൻസ് അസോസിയേഷന്റെ ആൾക്കാർ ഇവിടെ പടക്കം പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അവർ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ അത്തരത്തിലൊരു പ്രകടനം കൂടി ഇവിടെ നടക്കുകയാണ്. നിലപാട് അറിയിക്കണമെന്നും അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൂടി ഏറ്റവും സുപ്രധാനമായ വിവരമായി ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ് അരുൺ. തീർച്ചയായിട്ടും 12 മണിക്ക് ബോബിയുടെ നിലപാട് അറിയിക്കണം, അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ സമീപനമല്ലായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബെയിൽ എന്ന് പറയുന്നത് റൂളാണെന്നും ജയിൽ എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണെന്നുമുള്ള പ്രാഥമിക തത്വം മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇന്നലെ ജാമ്യം നൽകിയത്. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നോ ബോബി ചെമ്മണ്ണൂർ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നോ എന്ന് വിലയിരുത്തിക്കൊണ്ടല്ല. ഇതൊരു അടിസ്ഥാന തത്വം, ഏത് പ്രതിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന അടിസ്ഥാന തത്വം, അതാണ് ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് പറയുന്ന അടിസ്ഥാന തത്വമാണ്. പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതി നടത്തുകയാണ്. റിമാൻഡ് പ്രതികളുടെ ജാമ്യം നോക്കാൻ ഇവിടെ ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായ മുന്നറിയിപ്പാണ്. എന്തായിരിക്കും ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ നൽകുന്ന മറുപടി, കോടതി ഇനി സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാട്, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങളല്ലേ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അരുൺ, തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ഇത്തരം നടപടികൾ കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് ഈ വിചാരണ തടവുകാരും ജയിലിൽ കിടക്കുന്ന ആൾക്കാരുമൊക്കെ സംബന്ധിച്ച് അക്കാര്യങ്ങളൊക്കെ നോക്കുന്നത് കോടതികളാണ്. അവിടെ താങ്കൾ സൂപ്പർ കോടതി ചമയേണ്ട, അതൊക്കെ നോക്കാൻ കോടതിയുണ്ട്. താങ്കൾ നാടകം കളിക്കേണ്ട, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജാമ്യം റദ്ദാക്കാൻ അറിയാം, ജാമ്യം റദ്ദാക്കി തടവിലിട്ടുകൊണ്ട് തന്നെ വിചാരണ ചെയ്യാനും താങ്കൾക്കറിയാം എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും എടുക്കേണ്ട കാര്യമില്ല എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. അതായത് കോടതി ഇക്കാര്യത്തിൽ വളരെ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഇങ്ങോട്ട് ജാമ്യം ചോദിച്ചു വന്നപ്പോൾ അത് നൽകിയിരുന്നു, പക്ഷേ എന്നിട്ടും താങ്കൾ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു, മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതോടൊപ്പം തന്നെ വിചാരണ തടവുകാരായി കിടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഇതൊന്നും താങ്കളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. അതല്ല താങ്കളുടെ ഉത്തരവാദിത്വം. താങ്കൾ ജാമ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ജാമ്യം നൽകി കഴിഞ്ഞാൽ ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് അതിന്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങി പോവുക. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ താങ്കൾ സൂപ്പർ കോടതിയൊന്നും അല്ല എന്നതാണ് ഈ ജസ്റ്റിസിന്റെ ജഡ്ജിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും 12 മണിക്കകം ബോബി ചെമ്മണ്ണൂർ നിലപാട് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ 10 മണിക്ക് ജില്ലാ ജയിലിൽ നിന്ന് റിലീസായതിനു ശേഷം തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അവരോടൊപ്പമുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നടപടിയാണ്. കോടതി നടപടി പൂർത്തിയാക്കി ജാമ്യം വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന ഒരു പ്രതി നിലപാടെടുക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്നു. ഈ നാടകങ്ങളൊക്കെ കോടതി കാണുന്നു. കോടതി ഒരു ജാമ്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ കേസിനെ അതുണ്ടായ പശ്ചാത്തലങ്ങളെ അതിനെ ഒന്നും പിന്നീട് സ്വാധീനിക്കാനുള്ള ഇടപെടലുകൾ നടത്തരുത് എന്നുള്ളത് ഒരു മാനദണ്ഡമാണ്. അതിന് പിന്നാലെ ആരാധക വൃന്ദത്തിന്റെ ഷോ ഒരു വശത്ത്, ബോബിയുടെ ഷോ മറ്റൊരു വശത്ത്, ഈ രീതിക്ക് പുരോഗമിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അസാധാരണമായ നടപടിയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അതീവ പ്രാധാന്യത്തോടെ കോടതി ചേർന്ന ഉടൻ തന്നെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത് അസാധാരണമായ നടപടിയാണ്. ഇത്രമേൽ ശക്തമായ സന്ദേശം, ഇത്രമേൽ ശക്തമായ, നേരത്തെ അരുൺ പറഞ്ഞ വാക്കാണത്, കോടതി എടുത്ത് കുടയുക എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നമ്മൾ വേറെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കോടതിയെടുത്ത് കുടഞ്ഞിരിക്കുകയാണ്. നേരത്തെ കമാൽ പാഷ സൂചിപ്പിച്ചത്, അതായത് കോടതി മാധ്യമങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുയിടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, മുന്നിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരും മനുഷ്യന്മാരാണ്, അവരും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ ഉണ്ടാകും. അന്നേരം തന്നെ ജഡ്ജിക്കെതിരെ തന്നെ വ്യക്തിപരമായ പരാമർശങ്ങളും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധക വൃന്ദം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഓർഡർ നടപ്പിലാക്കാൻ സമ്മതം